ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. കുടവയറും അമിതവണ്ണമൊക്കെ കുറയാനും സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിയാ സീഡാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് എടുത്തിട്ടുള്ളത്. ചിയാ സീഡിലൊക്കെ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം മിൽക്കാണ്. ഇത് തന്നെ എടുക്കണം എന്നില്ല, ലോ ഫാറ്റ് മിൽക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ചിയാ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ മാത്രമാണ് വെക്കുന്നത്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. ഇതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ രാവിലെ ഇതെല്ലാം ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് രാത്രി തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. 1 മണിക്കൂറാണ് വെക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. റാഗിയിലും ധാരാളം കാൽഷ്യം, അയണും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റാഗിപ്പൊടിയും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഈ ഒരു റാഗിപ്പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗി ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കൈ വിടാതെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനോ കട്ട പിടിക്കാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടെങ്കിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനായിട്ട് വേറൊന്നും തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ റാഗിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറണം. അപ്പോൾ റാഗിയുടെ ചൂടൊക്കെ ഇവിടെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് തിക്കായിട്ടും കൂടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിനും നല്ലതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടിങ്ങ് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ് ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ ചിയാ സീഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് റാഗീൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചിയാ സീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ സിനമൺ പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിളിൻ്റെ ഒരു പീസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിയാ സീഡ് റാഗി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ, വെയിറ്റ് ലോസ് റെസിപ്പീസൊക്കെ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്തൊന്നുമില്ല കേട്ടോ. അതുവഴി വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.